ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വളരെ കോമൺ ആയിട്ട് ചിന്തിച്ചു പോകുന്നൊരു കാര്യമുണ്ട്. ഒരു ദിവസം ലോകത്ത് എന്തുമാത്രം ഡേറ്റയാണ് അപ്ലോഡ് ചെയ്യുന്നത്? യൂട്യൂബ് തന്നെ ഒന്ന് എടുത്തു നോക്കുക. ലക്ഷക്കണക്കിന് വീഡിയോകൾ, അതും പല ദൈർഘ്യത്തിലുള്ളത് ഒരേ സമയം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലൈവ് സ്ട്രീമിംഗ് വേറെയും. ഇത് കൂടാതെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഇതിലൊക്കെ ലക്ഷക്കണക്കിന് റീൽസുകളാണ് ഓരോ മിനിറ്റിലും അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആർക്കാണെങ്കിലും ഒരു സംശയം തോന്നാം. ഇത്രയധികം ഡേറ്റകൾ ഇങ്ങനെ കുമിഞ്ഞു കൂടുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റോറേജ് ഡിവൈസുകൾ നിറഞ്ഞു കവിഞ്ഞു പോകില്ലേ? ഈ ലോകത്തുള്ള ഡേറ്റയെല്ലാം എവിടെയാണ് കിടക്കുന്നത്? ഇതിനൊരു അന്തോ മുന്തോ ഇല്ല എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നാം. ഇങ്ങനൊരു സംശയത്തിൻ്റെ കൂടെ നമ്മുടെ ഈ ലോകത്തുള്ള സിലിക്കൺ, ഗാലിയം നൈട്രേറ്റ്, ഇതൊക്കെ മെമ്മറിക്ക് വേണ്ടി ഉപയോഗിച്ചാൽ തീർന്നു പോകത്തില്ലേ? അതിനും ഒരു പരിധിയില്ല എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നിപ്പോവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലുള്ള ആശങ്കകളുടെ ഉത്തരം കണ്ടെത്താനാണ്. നമ്മൾ ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിക്കുകയാണെങ്കിൽ 1930കളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടിരുന്ന മെമ്മറി ഡിവൈസ് എന്ന് പറഞ്ഞാൽ പഞ്ച് കാർഡുകളായിരുന്നു. പ്രത്യേക രീതിയിൽ പേപ്പറിൽ ദ്വാരങ്ങളുണ്ടാക്കി അതിലാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ ഡേറ്റയ്ക്കും അതിനനുസരിച്ച് 1s അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ഹോളുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിലാണ് അന്നത്തെ കാലത്തെ പ്രോഗ്രാമൊക്കെ സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ആദ്യത്തെ ഇലക്ട്രോണിക് മെമ്മറി ഉണ്ടാകുന്നത് 1947ലാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് കാഥോഡ് റേ ട്യൂബ്, നമ്മൾ ഇന്ന് കാണുന്ന ആ CRO ഉണ്ടല്ലോ, ആ CROയുടെ സ്ക്രീനിലേക്ക് ഒരു ഇലക്ട്രോൺ ബീം അടിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചാർജിൻ്റെ വ്യതിയാനത്തെ മനസ്സിലാക്കി അവിടെ മെമ്മറി ഉണ്ടോ അല്ലെങ്കിൽ അവിടെ ഡേറ്റ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്ന ഒരു ഫോമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു സ്ക്രീനിലേക്ക് ഇലക്ട്രോൺ ബീം അടിക്കുന്നു, ആ ഇലക്ട്രോൺ ബീം അവിടെ പതിച്ച ഭാഗത്ത് ഒന്നല്ലേ 1 അല്ലെങ്കിൽ പതിക്കാത്ത ഭാഗത്ത് 0, ആ രീതിയിലും കൺസിഡർ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ശൈശവ ദശയായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഒരു മുറി മുഴുവൻ നിറഞ്ഞിരുന്ന കമ്പ്യൂട്ടറുകളൊക്കെ. അപ്പോൾ ഈ വാക്യൂം ട്യൂബുകളെ തമ്മിൽ കണക്ട് ചെയ്ത് ലാച്ചാക്കി സ്റ്റോർ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് 1950കളിലാണ് നമ്മൾ ഇന്നീ കാണുന്ന ഹാർഡ് ഡിസ്കുകളുടെ പൂർവികൻ ഉണ്ടായത്. കാരണം അന്നത്തെ കാലത്ത് വലിയ ഡ്രമ്മുകളിലാക്കി, മാഗ്നറ്റിക് ഡ്രമ്മുകളിൽ പ്രത്യേക ഹെഡ് ഉപയോഗിച്ച് റൈറ്റ് ചെയ്ത് ഡേറ്റ സ്റ്റോർ ചെയ്തിരുന്നു. അങ്ങനെ കാലഘട്ടം മുന്നോട്ട് പോകവേ 1956ലാണ് ലോകത്തെ ആദ്യത്തെ ഒഫീഷ്യലായിട്ടുള്ള ഹാർഡ് ഡിസ്ക് ലോഞ്ച് ചെയ്തത്. അത് IBM ബേസ് ചെയ്തിട്ടുള്ള PC-ക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതായിരുന്നു. ഒരു അലമാരയുടെ അത്രയും വലിപ്പമുള്ള ആ ഹാർഡ് ഡിസ്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് വെറും 5 MB മാത്രമായിരുന്നു. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള വലിയ ബാക്കപ്പ് സംവിധാനങ്ങളൊന്നുമില്ല. 1960കളിൽ പ്രധാന ബാക്കപ്പ് ഉപാധി എന്ന് പറയുന്നത് ടേപ്പുകളായിരുന്നു. നമുക്കറിയാം, കാസറ്റിൻ്റെ ഒക്കെ ടേപ്പ് പോലെ വലിയ ടേപ്പുകൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തതിന് ശേഷം ഹെഡ് ഉപയോഗിച്ച് റൈറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അന്നത്തെ കാലത്തെ ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുവേണ്ടി പ്രത്യേകം മുറി, മോട്ടറൈസ് ചെയ്ത സർക്യൂട്ടുകൾ, അങ്ങനെ വളരെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു അത്. അപ്പോൾ ഇത്രയും വലിയൊരു ടേപ്പിനെ നമുക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ട്രാൻസ്പോർട്ടേഷൻ വലിയ പാടാണ്. പിന്നീട് 1970കളിലാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നുള്ള ഒരു കൺസെപ്റ്റ്. അതായത് ആദ്യം ഒരു റൂമിൽ ഒതുങ്ങുന്ന കമ്പ്യൂട്ടർ ആയിരുന്നെങ്കിൽ പിന്നെ അത് ഒരു ഡെസ്കിൻ്റെ പുറത്തുള്ള കമ്പ്യൂട്ടർ, ഡെസ്ക് ടോപ്പ് എന്നുള്ള രീതിയിലേക്ക് വന്നു. പിന്നെ നമുക്ക് കൈ കൊണ്ട് നടക്കാൻ പറ്റുന്ന സൂട്ട് കേസിൽ ഒതുങ്ങുന്ന രീതിയിൽ വന്നു. അങ്ങനെയാണ് ലാപ്ടോപ്പിൻ്റെ ഒക്കെ ഒരു പിറവി. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ 70കളിൽ ഈ മാഗ്നറ്റിക് വലിയ ടേപ്പുകൾക്ക് പകരം ഫ്ലോപ്പി ഡിസ്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ ഫ്ലോപ്പി ഡിസ്ക് വന്ന സമയത്ത് അത് ആദ്യം 8 ഇഞ്ചിൻ്റെ വലിയൊരു ഫ്ലോപ്പി ഡിസ്ക് ആയിരുന്നു. പിന്നീട് അത് 1.44 MBയുടെ ഫ്ലോപ്പി ഡിസ്കിലേക്ക് വഴിമാറി. അപ്പോൾ ഈ ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കണം, 1.44 MB ഉള്ളൂ. ഇന്ന് ഒരു MP3 പാർട്ട് പോലും 3 MBയിൽ മേളിലുണ്ട്. അപ്പോൾ അത്യാവശ്യം അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഫയൽ സൈസ് വളരെ കുറവായിരുന്നു. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഓർമ്മയുണ്ടായിരിക്കും, പണ്ടൊക്കെ സോഫ്റ്റ്വെയറിൻ്റെ പാക്കേജ് ലഭ്യമാകുന്നത് ഈ ഫ്ലോപ്പി ഡിസ്കിൻ്റെ വലിയൊരു ബണ്ടിലായിട്ടായിരുന്നു. അതായത് ആ ബണ്ടിൽ ഓരോ വോളിയംസ് ഉണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ മാറ്റി ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് സോഫ്റ്റ്വെയർ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അങ്ങനെയാണ് ആ സോഫ്റ്റ്വെയർ പാക്കേജിന് വലിയൊരു ബുക്കിൻ്റെ ആ ഒരു ഐക്കണൊക്കെ വന്നത്. അപ്പോൾ 1980കളുടെ അവസാനമൊക്കെ ആയപ്പോഴും നമ്മുടെ ഈ ഹാർഡ് ഡിസ്കിൻ്റെ സൈസ് പതുക്കെ ഉയരാൻ തുടങ്ങി. ഏകദേശം MB റേഞ്ചിൽ കിടന്ന സാധനം GB-യിലേക്ക് ആദ്യമായിട്ട് പോയി. അതായത് 10 GB, 20 GBയുടെ ഒക്കെ ഹാർഡ് ഡിസ്ക്. പക്ഷേ അന്നൊക്കെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോഴും ഈ 1.44 MBയുടെ ഫ്ലോപ്പി ഡിസ്കിന് ഒരു മേൽക്കോയ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട റിമൂവബിൾ സ്റ്റോറേജ് മീഡിയ എന്ന് പറയുന്നത് ഫ്ലോപ്പി തന്നെയായിരുന്നു. ഏതാണ്ട് ഈ അടുത്ത കാലം വരെ ഫ്ലോപ്പി ഡിസ്ക് ഉപയോഗിക്കുന്ന പല ആപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നു. ഉദാഹരണം പറയുവാണെങ്കിൽ മ്യൂസിക് സിന്തസൈസറുകൾ, അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ കമാൻഡുകൾ കൊടുത്ത് പ്രവർത്തിക്കുന്ന CNC മെഷീനിൽ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എയർലൈൻസുകൾ, ഇവരൊക്കെ ഫ്ലോപ്പി ഡിസ്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നു.
പിന്നീട് 1990-കൾക്ക് ശേഷം സി ഡിയുടെ ഒരു വരവ് അത് വലിയൊരു വിപ്ലവം തന്നെയായിരുന്നു. കാരണം അന്ന് വരെ കാസറ്റിലും അല്ലെങ്കിൽ മാഗ്നറ്റിക് ടേപ്പിലും സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ അത് സീക്വൻഷ്യലായിട്ട് നമ്മൾ റൈറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കുറേ നാൾക്ക് ശേഷം ഫംഗസ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഡേറ്റ കറപ്റ്റഡായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്, പ്രത്യേകിച്ച് മാഗ്നറ്റിക് മെറ്റീരിയൽസൊക്കെ അടുത്തുണ്ടെങ്കിൽ. ഇതിൽ നിന്നൊക്കെ ശാശ്വത പരിഹാരമായിരുന്നു സി ഡി എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടറിലൊക്കെ സി ഡി ഡ്രൈവ് വളരെ കൗതുകത്തോടെയാണ് നമ്മൾ നോക്കിയിരുന്നത്. അന്ന് ഈ ന്യൂറോ പോലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ ഡേറ്റ റൈറ്റ് ചെയ്യുന്നതും, അപ്പോൾ ഈ സി ഡി തന്നെ പല ടൈപ്പുകളും ഉണ്ടല്ലോ. റീറൈറ്റ് ചെയ്യാവുന്ന സി ഡി, മൾട്ടി സെഷൻ ഇട്ടിട്ട് നമ്മൾ ഡേറ്റ ബാക്കിയായിട്ട് ഇങ്ങനെ റൈറ്റ് ചെയ്യുന്നത്, അതൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഓർമ്മ തന്നെയാണ്. എന്നിരുന്നാലും സി ഡിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കാലം എത്ര കഴിഞ്ഞാലും അതിൽ ആ ഡേറ്റ നഷ്ടപ്പെടുന്നില്ല. കൃത്യമായിട്ട് നമ്മൾ പൂപ്പലൊന്നുമില്ല സൂക്ഷിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ടേപ്പ് പോലെ പോകത്തൊന്നുമില്ല. ഇപ്പോഴും ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട ബാക്കപ്പുകളെല്ലാം സി ഡി അല്ലെങ്കിൽ ഡി വി ഡിക്കകത്ത് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് നോക്കുമ്പോൾ വർക്കാവുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചതിക്കാത്ത ഒരു മീഡിയം തന്നെയായിരുന്നു ഈ സി ഡിയും ഡി വി ഡിയും. നമുക്കറിയാം 700 MB ആണ് സി ഡിയുടെ കപ്പാസിറ്റി. അതുപോലെ തന്നെ ചെറിയൊരു ഡിസ്ക് സി ഡിയുടെ പകുതി സൈസുള്ള കുഞ്ഞ് സി ഡി ഉണ്ടായിരുന്നു. അതിൻ്റെ സൈസ് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അതറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇടയ്ക്ക് ഈ വെബ് ക്യാമറ അല്ലെങ്കിൽ പോർട്ടബിൾ ഡിവൈസുകളിലൊക്കെ ഡ്രൈവറുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഏകദേശം 95-2000 ആ ഒരു കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും ഡി വി ഡി രംഗപ്രവേശം ചെയ്തു. 4.7 GB ഉള്ള ഡി വി ഡി, അതിനുശേഷം ബ്ലൂറേ ഡിസ്ക് 20 GB കപ്പാസിറ്റിയുള്ള. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, സി ഡി നമുക്ക് പെട്ടെന്ന് റൈറ്റ് ചെയ്യാം, പെട്ടെന്ന് റീഡ് ചെയ്യാം. പക്ഷേ ഡി വി ഡി എന്ന് പറയുന്നത് ബ്ലൂ ലൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ ലേസറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഈ പറയുന്ന റൈറ്റിങ്ങും റീഡിങ്ങും ഒക്കെ വളരെ പ്രിസൈസ് ആയിട്ട് നടക്കണം. അപ്പോൾ അത് കാരണം കുറച്ച് സമയം എടുക്കും. നിങ്ങൾക്കറിയാം ഡി വി ഡി റൈറ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണമായിരുന്നു, പക്ഷേ സി ഡി വളരെ ഫാസ്റ്റാണ്. അപ്പം ഡി വി ഡി വന്നപ്പം സ്റ്റോറേജ് കപ്പാസിറ്റി കൂടി, ബ്ലൂറേ ഡിസ്കുകൾ, പല സിനിമകളുടെ HD വേർഷനൊക്കെ വരാൻ തുടങ്ങി. പക്ഷേ ഇത് അധികം നാൾ അങ്ങ് മുന്നോട്ട് പോയില്ല. അപ്പോൾ ഫ്ലാഷ് മെമ്മറിയുടെ വരവോടുകൂടി ഒരിടയ്ക്ക് പെൻഡ്രൈവുകൾ വളരെ ഹിറ്റായി. നിങ്ങൾക്കറിയാം 2000 ആ ഒരു കാലഘട്ടത്തിന് ശേഷം പെൻഡ്രൈവുകൾ ഒരു 2 GB 4 GB എന്നൊക്കെ പറഞ്ഞാൽ അതുള്ളവൻ രാജാവായിരുന്നു ആ കാലത്ത്. ഇതേ കാലഘട്ടത്തിൽ തന്നെ ഹാർഡ് ഡിസ്കിൻ്റെ കപ്പാസിറ്റി 20, 40, 80, 160, 320 GB ഒക്കെ ആയിട്ട് പതുക്കെ അങ്ങ് ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെ 2005, 2008 കാലഘട്ടത്തിലൊക്കെ നമുക്കൊരു 500 GB ഹാർഡ് ഡിസ്കൊക്കെ വളരെ ചീപ്പായിട്ട് നമുക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാതെ വയ്യ. കാരണം അന്നിറങ്ങിയ മൊബൈൽ ഫോണുകളിലൊക്കെ മെമ്മറി കാർഡിൻ്റെ ഒരു തരംഗം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കടയിൽ പോയി മെമ്മറി കാർഡിനകത്ത് സിനിമയും പാട്ടൊക്കെ കയറ്റി ചെയ്യുന്ന കാലഘട്ടം. പിന്നെ പല ടൈപ്പ് മെമ്മറി കാർഡുകളുണ്ടായിരുന്നു, വളരെ ഫാസ്റ്റായിട്ടുള്ള, അൾട്രാ ഫാസ്റ്റായിട്ടുള്ള ഗോൾഡൻ പ്രീമിയം മെമ്മറി കാർഡുകൾ. അതിനും അധികം നാൾ ഒരു നിലനിൽപ്പുണ്ടായിരുന്നില്ല. ഫോണിൽ തന്നെ ഇൻറ്റേർണൽ സ്റ്റോറേജ് 256 1 TB ഒക്കെ വരാൻ തുടങ്ങിയോടുകൂടി അതിൻ്റെ അന്ത്യമായി. അവിടെ കൊണ്ടും കാര്യങ്ങൾ അങ്ങനെ അവസാനിച്ചില്ല. 2010 ശേഷം ക്ലൗഡ് സ്റ്റോറേജ് വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആരും ഇപ്പോൾ സി ഡിയിലോ അല്ലെങ്കിൽ പെൻഡ്രൈവിലോ ബാക്കപ്പ് സ്റ്റോർ ചെയ്ത് പോകുന്ന ഒരു പ്രവണതയില്ല. എല്ലാവരും ക്ലൗഡിനകത്ത് കയറി ഓൺലൈനായിട്ട് ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു, എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. അതാണ് ക്ലൗഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മേഘം, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കതിനെ കാണാനും ആക്സസ് ചെയ്യാനും പറ്റും. അതേ രീതിയിൽ തന്നെ നമ്മൾ ഡാറ്റ ഒരു ക്ലൗഡ് സെർവർ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിൻ്റെ ഏതൊരു കോണിൽ നിന്നാണെങ്കിലും നമുക്കത് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും, സേഫുമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ആക്സിഡൻ്റലി ഇപ്പോൾ ഹാർഡ് ഡിസ്ക് ഡാമേജ് ആയാലോ അല്ലെങ്കിൽ ഈ പറയുന്ന പെൻഡ്രൈവ് നഷ്ടപ്പെട്ടാലോ ആ ഡാറ്റ അവിടെ തീർന്നു. വേറെ എന്തൊരു സാധനം നമുക്ക് വില കൊടുത്ത് മേടിക്കാം. ഡാറ്റ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കിട്ടാക്കനിയാണ്, അത് പോയി കഴിഞ്ഞാൽ പോയത് തന്നെ. പക്ഷേ ക്ലൗഡിൽ സ്റ്റോർ ചെയ്താൽ നമുക്ക് ആ ഒരു സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ പല ആൾക്കാരും കൺവെൻഷനായിട്ടുള്ള സ്റ്റോറേജിൽ നിന്ന് പതുക്കെ ക്ലൗഡിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പല ക്ലൗഡ് സർവീസുകളും നിലവിൽ വന്നു. ഏറ്റവും പഴക്കമുള്ള നമുക്കറിയാം ഗൂഗിൾ ഡ്രൈവ് തന്നെ, 15 GB അടിസ്ഥാന സ്റ്റോറേജ് ഡിവൈസ് ഉള്ള. അത് കഴിഞ്ഞാൽ നമുക്ക് മെഗാ ഉപയോഗിക്കാറുണ്ട്, വൺ ഡ്രൈവ് ഉപയോഗിക്കാറുണ്ട്, ആമസോണിൻ്റെ ക്ലൗഡുണ്ട്. അങ്ങനെ പല വൈഡ് വെറൈറ്റി ഓഫ് ക്ലൗഡ് സർവീസ് ഇന്ന് ലഭ്യമാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു നിശ്ചിത തുക നമ്മൾ മുടക്കി ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ വളരെ ദീർഘനാളത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. വളരെ ദൈർഘ്യമേറിയിട്ടുള്ള ഫയലുകളൊക്കെ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം, കൺവെൻഷനായിട്ടുള്ള മെക്കാനിക്കൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന SSDയിലേക്കുള്ള ഒരു മാറ്റമായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു SSDയിലേക്ക് ആൾക്കാർ മാറിയത്. ഒരു തവണ SSDയിലേക്ക് മാറിക്കഴിഞ്ഞാൽ തിരിച്ച് പഴയ ഹാർഡ് ഡിസ്കിലേക്ക് ഒരിക്കലും നമ്മൾ പോകത്തില്ല. കാരണം അത്രയ്ക്ക് നമ്മൾ അതുമായിട്ട് അഡിക്റ്റ് ആയിപ്പോവും. അത്ര ആ ഒരു സ്മൂത്ത്നെസ് കാരണം സാധാരണ ഹാർഡ് ഡിസ്കുകളെല്ലാം പതുക്കെ SSDയിലേക്ക് മാറാൻ തുടങ്ങി. തുടക്കത്തിൽ അല്പം വിലക്കുറവായിരുന്നെങ്കിലും പിന്നീട് അതിന് വില കൂടാൻ തുടങ്ങി. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം,
SSDയും റാമിൻ്റെ ഒക്കെ വില വളരെ കൂടുതലാണ്. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ പുറകെ പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് പതുക്കെ ഫിസിക്കലായിട്ടുള്ളൊരു മെമ്മറി ഡിവൈസിന് പകരം ഇന്ന് വെർച്വലായിട്ടുള്ളൊരു ക്ലൗഡിലേക്കാണ് എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്ന പടുകൂറ്റൻ ബിൽഡിങ്ങുകൾ ഓരോ റാക്കിലും അടുക്കി വെച്ചിരിക്കുന്ന ഹാർഡ് ഡിസ്കുകളുടെ വലിയൊരു ശേഖരത്തിലാണ്. നമ്മുടെ ഒരു ഡേറ്റ തന്നെ പല ഹാർഡ് ഡിസ്കുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുമ്പോഴോ അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോഴോ അത് കടലിനടിയിലുള്ള ഒപ്റ്റിക്കൽ ഫൈബർ വഴി ഡാറ്റാ സെൻറ്ററിൽ എത്തുകയും ഡാറ്റാ സെൻറ്ററിൽ അതൊരു എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഫോമിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. കാലാകാലങ്ങളിൽ ഈ ഹാർഡ് ഡിസ്കുകൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് അടിച്ചു പോകാനുള്ള സാധ്യതയില്ലേ എന്നൊക്കെയുള്ള ഒരു കൺസേൺ നമുക്ക് വരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഡാറ്റാ സെൻറ്ററിലുള്ള ഓരോ ഹാർഡ് ഡിസ്കും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും അത് റീപ്ലേസ്മെൻറ്റ് വേണ്ടപ്പോൾ കൃത്യമായിട്ട് തന്നെ അത് റീപ്ലേസ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഈ ഒരു ഡാറ്റയുടെ ഒരു മിറർ മറ്റൊരു സ്ഥലത്തുണ്ട്. പിന്നെ നമ്മുടെ ഒരു സംശയമാണ്, ഇത്രയധികം ഡാറ്റകളുള്ളപ്പം ഇതെല്ലാം നിറഞ്ഞു കവിഞ്ഞു പോവില്ല എന്നുള്ളത്. പക്ഷേ യൂട്യൂബ് പോലുള്ള സ്ട്രീമിംഗ് മീഡിയാസ് എല്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അയക്കുന്ന വീഡിയോ അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു കണ്ടൻറ്റിനെ അത് നല്ല രീതിയിൽ കംപ്രസ് ചെയ്തിട്ടാണ് സെർവറിൽ സ്റ്റോർ ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ ഡിവൈസിനകത്ത് വന്നിട്ട് അത് ഡീകംപ്രസ് ചെയ്തിട്ട് ഫുൾ ഫോർമാറ്റിലേക്ക് മാറ്റുന്നത്. അങ്ങനെ ഡാറ്റ കംപ്രഷൻ നല്ല രീതിയിൽ ഈ പറയുന്ന സെർവറുകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള സർവീസുകളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി നോക്കുവാണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. പണ്ടൊക്കെ 5-10 വർഷം കൊണ്ട് സംഭവിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് വെറും 5 മാസം കൊണ്ടാണ് ആ ഒരു ലെവലിലേക്ക് എത്തുന്നത്. ഒന്ന് ആലോചിക്കുക, വളരെ റാപ്പിഡായിട്ടാണ് ടെക്നോളജിയുടെ പോക്കെന്ന് പറയുന്നത്. ഇപ്പം ഇന്നിപ്പോൾ നമ്മളൊരു 256 GB ഫോൺ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുമെങ്കിൽ ഒരു 5 മാസം കഴിയണ്ട ഒരു 1 TB ഫോണായിരിക്കും വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫോൺ പെട്ടെന്ന് പിന്തള്ളിപ്പോയ പോലെ ഒരു ഫീല് നമുക്ക് അവിടെ കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? നിങ്ങൾ പണ്ടൊക്കെ ഒരു ഫോൺ മേടിക്കുവാണെങ്കിൽ അതൊരു 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ആ പുത്തൻ എന്നുള്ള ഒരു ഭാവം മാറുന്നെങ്കിൽ ഇന്ന് 2 മാസം കഴിയുമ്പോൾ തന്നെ അയ്യോ എന്ന് നമ്മൾ പറഞ്ഞു പോകും. ആ രീതിയിലാണ് പോക്ക്. അതായത് നമ്മുടെ ഈ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ ശേഷി ഓരോ വർഷം കൂടുന്തോറും പണ്ട് മൂർസ് ലോ പ്രകാരം 2 ഇരട്ടി കൂടുമെങ്കിൽ ഇന്നത് 5-10 ഇരട്ടിയാണ് വർദ്ധിച്ചു വരുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഈ ലോകത്ത് ഇതിന് മാത്രം സിലിക്കൺ എവിടെ നിന്ന് എടുക്കാൻ കിട്ടും, അല്ലെങ്കിൽ സിലിക്കൺ തീർന്നു പോവില്ലേ? അങ്ങനെ ഒരു കാര്യം പക്ഷെ സംഭവിക്കാൻ ഇടയില്ല. ഈ ഭൂമിയിൽ ധാതുക്കളിൽ ഏറ്റവും കൂടുതലുള്ളത് സിലിക്കൺ തന്നെയാണ്. പ്രത്യേകിച്ച് മണലുകളിലും പാറകളിലും ഒക്കെ 90% മുകളിലും സിലിക്കണുണ്ട്. പക്ഷെ നമ്മുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്രയധികം സിലിക്കണിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കേണ്ടി വരുന്ന വിഭവങ്ങളും അല്ലെങ്കിൽ വൈദ്യുതി അങ്ങനെയുള്ള റിസോഴ്സുകളുടെ ആ ഒരു യൂട്ടിലൈസേഷൻ, അതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പൈസ അല്ലെങ്കിൽ ആ ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ ഈ സിലിക്കൺ ബേസ് ചെയ്തിട്ടുള്ള ഡിവൈസുകൾക്ക് ചില ലിമിറ്റേഷനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗാലിയം നൈട്രേറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള ഹൈ ഫ്രീക്വൻസി പദാർത്ഥങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രൊസസ്സർ ഇൻഡസ്ട്രി നോക്കുവാണെങ്കിൽ ഒരു 5 GHz വരെയുള്ള PC നമുക്ക് വളരെ കോമണാണ്. എന്നാൽ 10 GHz ഇപ്പോഴും ഇമ്പോസിബിളാണെന്ന് തന്നെ പറയാം. കാരണം അത്രയും ക്ലോക്ക് ഫ്രീക്വൻസിയിൽ സ്വിച്ച് ചെയ്യാനുള്ള സെമി കണ്ടക്ടർ ഡിവൈസിൻ്റെ ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക്കലായിട്ടുള്ള കടമ്പകൾ ഇനിയും നമ്മൾ മുന്നോട്ട് കടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു പരിധി കഴിയുമ്പോഴേക്കും അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ടെക്നോളജിയുടെ വളർച്ച ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നതിന് ശേഷം അടുത്ത പുതിയൊരു ടെക്നോളജി വരുന്നത് വരെ അത് വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒക്കെ വരുമ്പോഴേക്കും അത് വീണ്ടും അടുത്ത പടി കയറും. പക്ഷേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യലായിട്ടുള്ള ഒരു ഗ്രോത്തിന് ശേഷം ഒരു സ്റ്റേബിളായിട്ടുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്താണ് കഥയിൽ മെയിൻ ട്വിസ്റ്റ് വരുന്നത്, AI വരവ്. നമുക്കെല്ലാവർക്കും അറിയാം 2020 ശേഷം AI കൊണ്ടുവന്ന വിപ്ലവം എന്താണെന്നുള്ളത്. അതിനെ നമുക്ക് 2 യുഗമായിട്ട് തന്നെ വേണമെങ്കിൽ തിരിക്കാം. കാരണം പണ്ടൊക്കെ നമ്മളൊരു കാര്യം നോക്കാൻ എൻസൈക്ലോപീഡിയ സെർച്ച് ചെയ്തിരുന്ന സമയം, അതിനുശേഷം ഗൂഗിൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി ഗൂഗിൾ ചെയ്യടാന്ന് പറയുന്ന സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ എന്താ പറയുന്നത്, എന്തെങ്കിലും കണ്ടൻറ്റ് വേണം അല്ലെങ്കിൽ നമുക്കൊരു കാര്യം വേണം, ഒരു സ്ക്രിപ്റ്റ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് ChatGPTയിലേക്കാണ് അല്ലെങ്കിൽ ജെമിനിയോട് ചോദിക്കാൻ പറയും. ആ ഒരു കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്ന സമയത്ത് എല്ലാവരും തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ AI ടൂൾസാണ് ഉപയോഗിക്കുന്നത്. എന്തിനേറെ പറയണം, നമ്മൾ കസ്റ്റമർ കെയർ സർവീസ് പോലും ഇപ്പോൾ ചാറ്റ് ബോട്ടാണ് കൈയടക്കിയിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ സാന്നിധ്യം അവിടെ ആവശ്യമില്ല. അപ്പോൾ ഈ പ്രോസസ്സുകളെല്ലാം ഇങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യുമ്പം അവിടെ വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ഉണ്ട്, വളരെ കൂടിയ മെമ്മറിയുടെ ആവശ്യകത. കാരണം സെക്കൻഡുകളിൽ
ലക്ഷക്കണക്കിന് റിക്വസ്റ്റാണ് ഈ AI സെർവറുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്ത് ബഫർ ചെയ്ത് തിരിച്ചയക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഹൈ ബാൻഡ് വിഡ്ത്ത് മെമ്മറി HBM എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള മെമ്മറിയുടെ ആവശ്യകത വളരെ കൂടുതലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ റാമിൻ്റെ വില വളരെയധികം കൂടി വരുവാണ്. അതായത് ഒരു 4000 രൂപയെ കടന്ന റാം ഇപ്പോൾ 16,000 രൂപ റേഞ്ചിലേക്ക് പോയേക്കുക. ഇപ്പോൾ DDR4 DDR5 വളരെ തീ പിടിച്ച വിലയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയെ AI അങ്ങ് പൊതിഞ്ഞ് വച്ചേക്കുക. അതായത് അവർ ബൾക്കായിട്ട് തന്നെ ഹൈ ബാൻഡ് വിഡ്ത്ത് മെമ്മറിക്ക് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി സാംസങ്, ഹൈനിക്സ് പോലുള്ള കമ്പനികൾക്ക് റിക്വസ്റ്റ് കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് മാക്സിമം ചിപ്പുകൾ വാങ്ങാൻ ശ്രമിക്കുക. അപ്പം നമുക്കറിയാം, ഇത്രയും ബൾക്കായിട്ട് ചിപ്പുകൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കൺസ്യൂമർ എന്നുള്ള രീതിയിൽ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഒരു സാധാരണ യൂസറിന് ആവശ്യമുള്ള ചിപ്പുകൾ കൊടുക്കുന്നത് പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ ഉള്ള സ്റ്റോക്ക് ആൾക്കാർ പെട്ടെന്ന് വാങ്ങി മേടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇപ്പോൾ ഉള്ള സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ആ സ്റ്റോക്കിൽ കിടക്കുന്ന മെമ്മറിയുടെ വില വളരെയധികം കൂടും. കാരണം ഡിമാൻഡ് കൂടുതലാണ്, പക്ഷേ പ്രൊഡക്ഷൻ കുറവാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ റാമിൻ്റെ വില വളരെ തീ പിടിച്ച രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ കമ്പനികൾ സ്വാഭാവികമായിട്ടും നോക്കുന്നത് ഏറ്റവും കൂടുതൽ ബൾക്ക് ഓർഡർ കൊടുക്കുന്ന AI കമ്പനികൾ. അപ്പോൾ അവരുമായിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഉപഭോക്താക്കളെ മറന്നു പോവുകയാണ് പതിവ്. അപ്പോൾ ഇങ്ങനെയൊരു ക്രൈസിസ് ഉണ്ടായതുകൊണ്ടാണ് ഇപ്പം റാമിൻ്റെ വില വളരെയധികം കൂടി നിൽക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ മുന്നിലുള്ള ചോദ്യചിഹ്നം എന്ന് പറയുന്നത് മെമ്മറി തീർന്നു പോകുമെന്നുള്ളതല്ല, മെമ്മറിയുടെ ഈ തീ പിടിച്ച വില തന്നെയാണ്. അത് പറയാൻ കാര്യം, മെമ്മറി ഉപയോഗിക്കുന്ന ഏത് കുഞ്ഞ് ഡിവൈസ് ആണെങ്കിൽ പോലും അതിന് നല്ല വില കൂടിയിട്ടുണ്ട്. ഇപ്പോൾ സ്മാർട്ട് വാച്ച് ആയിക്കോട്ടെ, ഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മുടെ ഒരു CCTV ക്യാമറ പോലും അതിനകത്ത് റാമുണ്ട്. അപ്പോൾ അതിനെല്ലാം വില വളരെയധികം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഹൈപ്പായിരിക്കും. പക്ഷേ 2025 ശേഷം വില കുറയാനാണ് സാധ്യതയുള്ളത്. ഒരു പക്ഷേ ഇന്നിനി ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ബിസിനസ് ആയിരിക്കും മെമ്മറി മാനുഫാക്ചറിങ്. ഒരു സാധാരണ ഒരു ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് നമുക്ക് ബോർഡ് മേടിച്ച് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും. പക്ഷേ ഒരു മെമ്മറി ചിപ്പ് സ്വന്തം നിലയിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്, വളരെയധികം ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അധികം കമ്പനികൾ അതിലേക്ക് വരാത്തത്. ഇപ്പോൾ നമുക്കറിയാം, സാംസങ്, ഹൈനിക്സ് അതുപോലെയുള്ള കമ്പനികൾ മാത്രമേ മെമ്മറി ചിപ്പുകൾ മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ. ഒരുപക്ഷെ ഗവൺമെൻറ്റും പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ ഇതിൽ കൂടുതൽ റിസർച്ചുകൾ നടത്തുവാണെങ്കിൽ ഒരുപക്ഷെ മെമ്മറിക്ക് വില വരും കാലങ്ങളിൽ നല്ല രീതിയിൽ കുറയും. ഇനി ഇത് കൂടാതെ ചില പുതിയ മെമ്മറി സാങ്കേതിക വിദ്യകൾ ലോകത്ത് പലതരത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ DNA മെമ്മറി എന്ന് പറയുന്നത്. കൺവെൻഷനലായിട്ട് നമ്മൾ ഹാർഡ് ഡിസ്കിലോ അല്ലെങ്കിൽ ഞാൻ സ്റ്റോറേജ് ഡിവൈസുകളിലോ അതുപോലുള്ള ഡിവൈസുകളിലേക്ക് നമ്മൾ പോകുന്നതിന് പകരം നമ്മുടെ ഈ DNAയുടെ കോഡിൽ എംബഡ് ചെയ്യുക എന്നുള്ള ടെക്നോളജിയാണ് ഇനിയിപ്പം വരാനിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ബൈനറി ഡേറ്റയ്ക്ക് അനുസരിച്ച് DNA-യുടെ ഘടനകൾ, അതിൻ്റെ ആ കോമ്പിനേഷൻ നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ 0001 അതിനൊരു പ്രത്യേക രീതിയിലുള്ള സീക്വൻസ് കാണും. ഇപ്പം നമുക്കറിയാം ATG എന്നൊക്കെ പറഞ്ഞ ഒരു കോമ്പിനേഷൻ കാണുമല്ലോ. ആ കോമ്പിനേഷനെ ബൈനറിക്ക് അനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റുവാണെങ്കിൽ ഏകദേശം ഒരു ഷീറ്റ് പേപ്പറിലുള്ള DNA ഉണ്ടെങ്കിൽ ആ ഒരു ഷീറ്റ് പേപ്പറിനകത്ത് ലോകത്ത് ഇതുവരെയുള്ള ഡേറ്റകൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പറയുമ്പോൾ നമുക്ക് അല്പം അതിശയോക്തി തോന്നാം, പക്ഷേ യാഥാർത്ഥ്യമാണത്. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സയൻറ്റിസ്റ്റുകൾ വളരെ പ്രധാനപ്പെട്ട ചരിത്രരേഖകൾ, ആർക്കൈവുകളൊക്കെ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഡേറ്റ നമുക്ക് റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെയധികം എക്സ്പെൻസീവാണ്, വളരെയധികം ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. കാരണം നമ്മുടെ ബൈനറിക്ക് അനുസരിച്ച് ജനിതക കോഡുകൾ മാറ്റുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ നമ്മുടെ ബൈനറി ഡേറ്റയ്ക്ക് അനുസരിച്ച് DNA സീക്വൻസിൽ മോഡുലേഷൻ നടത്തി അതിന് കോമ്പിനേഷൻ മാറ്റുക എന്നുള്ള ചില്ലറ കാര്യമൊന്നുമല്ല, നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും സ്പെഷ്യലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് തന്നെ വേണം. കോടിക്കണക്കിന് രൂപ വിലയുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് അതിന് വേണ്ടി വരിക. എന്നാൽ ഈ ഒരു ടെക്നോളജിയുടെ തൊട്ട് താഴെ നമുക്ക് കുറച്ചും കൂടെ പ്രതീക്ഷ നൽകുന്ന മറ്റൊരു സ്റ്റോറേജ് ഡിവൈസ് ഫെംറ്റോസെക്കൻഡ് ലേസർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗ്ലാസ് ഒപ്റ്റിക്കൽ ഡിവൈസാണ്. ഇത് മൈക്രോസോഫ്റ്റ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രാരംഭ ദശയിൽ നിന്ന് അവർ കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അതായത് നമ്മുടെ പഴയ CD-യുടെ ടെക്നോളജി തന്നെ, പക്ഷേ വളരെ മൈന്യൂട്ടായിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നാനോമീറ്ററിലും താഴെയുള്ള വളരെ ഷോർട്ടായിട്ടുള്ള പൾസുകൾ, ലേസർ പൾസുകൾ ഉപയോഗിച്ച് ഗ്ലാസ്സിൽ പെർമനൻ്റ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാമെന്ന് കണ്ടെത്തി. അപ്പോൾ ഈ ഫെംറ്റോസെക്കൻഡ് ലേസർ ഉപയോഗിച്ചിട്ടുള്ള ഒരു A4 ഷീറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ ലോകത്തിൻ്റെ ഡേറ്റ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതൊരു പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞ DNA-ക്കാട്ടിലും കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള രീതിയിലുള്ള സ്റ്റോറേജാണ്.
അതുപോലെ തന്നെ അത് നമുക്ക് പെട്ടെന്ന് തന്നെ സാധാരണക്കാരിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു ടെക്നോളജി തന്നെയാണ്. CD-യുടെ രണ്ടാം വരവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. CD ഒരു ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആണല്ലോ, അതിൻ്റെ കുറേ കൂടി ഹൈ ഡെൻസിറ്റി ആയിട്ടുള്ള ഒരു സിസ്റ്റമാണിത്. അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയാണ്. ഇനി ലോകത്ത് ഏതെങ്കിലും ഒരു ഡാറ്റാ സെൻറ്റർ എന്തെങ്കിലും ഒരു പ്രകൃതിക്ഷോഭത്തിൽ നശിച്ചു പോയാലും ഒരു പക്ഷേ ഇതുപോലുള്ള നൂതന സ്റ്റോറേജ് ഡിവൈസുകളിലൂടെ അത് വീണ്ടും പുനർജന്മം കൊള്ളുന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, വോയേജർ പേടകം വിക്ഷേപിക്കുമ്പോൾ ഭൂമിയിൽ ഉണ്ടായിരുന്ന അന്നത്തെ ഡാറ്റയെല്ലാം ഒരു പ്രത്യേക ഡിസ്കിലും അല്ലെങ്കിൽ പ്രത്യേക ഫലകത്തിലൊക്കെയാണ് രേഖപ്പെടുത്തി അത് പ്രപഞ്ചത്തിൻ്റെ അനന്തതയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞ പോലെ മാനവരാശി ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ള ഡാറ്റകളെല്ലാം ഒരു പക്ഷേ ഫ്യൂച്ചറിൽ ഇതേ രീതിയിലുള്ള ഫലകങ്ങളിൽ തീർച്ചയായിട്ടും എഴുതി വച്ചിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഇന്ന് വരെ കണ്ടെത്തിയ ഡാറ്റ ഒരിക്കലും നശിക്കാതെ തന്നെ കിടക്കട്ടെ എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പിന്നെ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്. നമുക്കൊരു എനർജി നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല, പക്ഷേ ഫയലുകൾ ഡിലീറ്റ് ചെയ്യുമ്പം എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ഒരു ഉത്തരം അറിയാൻ വേണ്ടി ഞാൻ തീർച്ചയായിട്ടും വളരെ ക്യൂരിയസ് ആയിട്ട് തന്നെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ പറ്റിയുള്ള കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള ടെക്നോളജിക്കൽ ഫാക്റ്റുകൾ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടിംഗ് മേഖലയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ പരമാവധി കൂട്ടുകാരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.